ആന ഇറങ്ങാറുണ്ട്. ഫുള്ള് വ്യൂ അടിപൊളിയാണ്. ഹലോ 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 ഫ്രണ്ട്സ്, നമ്മളുടെ വയനാട് ബൈക്ക് റൈഡിന്റെ 2ാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരെന്തായാലും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരാം, അപ്പോഴേ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇക്കടെ ഫ്രണ്ടിനെ ഒന്ന് മീറ്റ് ചെയ്യണം. അതിനുശേഷം തൊട്ടടുത്തുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ടിനാണ് ആ സ്പോട്ട് അറിയുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വയനാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെ ചെറിയ റോഡുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് 2 സൈഡിലും തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള റോഡ് തന്നെയാണ്. പിന്നെ റോഡൊക്കെ ചില ഭാഗത്ത് കുറച്ച് മോശമാണ്. ഇനി ആ ഒരു സ്പോട്ടിൽ എത്തിയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മളുടെ ആ ഒരു സ്പോട്ടിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഒരു ബൈക്കൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ ഇക്കടെ ഫ്രണ്ടും നമ്മളുടെ ഒപ്പം തന്നെ ഉണ്ട്. പിന്നെ ഈ ഒരു വണ്ടി പോകുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. നമ്മളുടെ ബൈക്ക് അവിടെ വെച്ചേക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് അവിടെ ചെന്നിട്ടാണ് വ്യൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വ്യൂക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം നമ്മൾ ഈ ഒരു മല കയറണം. അപ്പോൾ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മളപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ കയറി ഇപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇവിടെയും കുഴപ്പമില്ലാത്ത വ്യൂ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു മലയുടെ ഭാഗം മാത്രമേ നമ്മൾ കയറിയിട്ടുള്ളൂ. അതായത് വണ്ടികളൊക്കെ ഒരാൾ വണ്ടി കയറ്റി വരുന്നുണ്ട്. നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇപ്പം അതെ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇവിടുത്തെ ഫോറസ്റ്റുകാരുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് ടിക്കറ്റൊക്കെ എടുക്കുക. അപ്പോൾ 45 രൂപയാണ് ഒരാളുടെ ടിക്കറ്റിന്. പിന്നെ അത്യാവശ്യം നല്ലോണം കാറ്റുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എങ്ങനെ അതിലേക്ക് കേൾക്കും എന്നൊന്നും അറിയില്ല. നല്ല കാറ്റുണ്ട്. എന്താ സൂര്യനെ കാണുന്നില്ലല്ലോ ഇവിടെ. എവിടെ നോക്കിട്ട് ഉണ്ട് ഉണ്ട്. അങ്ങനെ അവസാനം നമ്മൾ കയറി കുഴപ്പമില്ലാത്തൊരു വ്യൂ ഉള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇക്കയുടെ ഫ്രണ്ട്, ഇതിക്ക. അപ്പോൾ ഇക്ക ഒന്ന് പേര് പറഞ്ഞോ? ഉനൈസ് എന്നാണ് പേര്. ഈ മലേൻ്റെ തൊട്ട് താഴെ തന്നെയാണ് വീട്. ഇവിടുത്തെ മൂപ്പെന്നാണ് ഈ പറയാല്ലേ. അപ്പോൾ ഈ സ്ഥലത്തിനെ കുറിച്ച് കുറച്ചൊന്ന്. ഈ സ്ഥലം എന്ന് പറയുമ്പോൾ വയനാടിൻ്റെ വാഗമൺ എന്നാണ് അറിയപ്പെടുന്നത്. മുനീശ്വരൻ കുന്ന് അല്ലെങ്കിൽ കുരിശുംകുന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ഒരു അമ്പലം ഉള്ളത് കൊണ്ടാണ് മുനീശ്വരൻ്റെ ഒരു അമ്പലമുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരം. അപ്പോൾ അതുകൊണ്ടാണ് മുനീശ്വരൻ കുന്ന് എന്നുള്ള പേര് വരുന്നത്. നമ്മളൊക്കെ കുരിശുംകുന്ന് തന്നെയാണ് പറയാറുള്ളത്. അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ആളുകളൊക്കെ കുന്ന് പോവാ എന്നാണ് പറയാറുള്ളത്. പണ്ടൊക്കെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഗസ്റ്റുകൾ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് കാണാനായിട്ടുണ്ടായിരുന്ന ഒരു പ്ലേസ് ആയിരുന്നു ഇത്. ഇവിടെ ഒരു കുറുമ്പാലക്കോട്ടയുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. കുറേ ആളുകളൊക്കെ കൂടി പിന്നെ ആർക്കും ഒരു പ്രൈവസി കിട്ടാത്തൊരവസ്ഥ വന്നപ്പോഴാണ് മെല്ലെ പിന്നെ ഇങ്ങോട്ടേക്ക് ആളുകൾ വന്നു തുടങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്. 45 രൂപ ടിക്കറ്റ് കൊടുത്തിട്ടാണ് ഇപ്പോൾ എല്ലാവരും കയറുന്നത്. പുറത്തൊന്നും അധികം ഫേമസ് ആയിട്ടില്ല. ഇല്ല, പുറത്തൊന്നും അത്രയൊന്നും ഫേമസ് ആയിട്ടില്ല. ഇപ്പോൾ ഒരു മാസം മുമ്പ് നമ്മളെ ടെക് ട്രാവലർ സുജിത് പട്ടം വന്നിട്ട് ചെറിയൊരു വീഡിയോ ചെയ്തായിരുന്നു. പക്ഷേ തലപ്പുഴ ബംഗ്ലാവിൻ്റെ വീഡിയോ ചെയ്ത കൂട്ടത്തിൽ ഇത് ഉൾപ്പെടുകയാണ് ചെയ്തത്. അല്ലാണ്ട് ഇതിനെക്കുറിച്ചിട്ട് മാത്രമായിട്ട് ചെയ്തിട്ടില്ല. വേറൊരാൾ ചെയ്ത പോലെ ചെറുതായിട്ട് ആരും സ്റ്റാറ്റസിൽ കണ്ട് ഓർമ്മയുണ്ടോ, പക്ഷെ ആരാന്നുള്ളത് അറിയില്ല. ഏതായാലും അത്ര വലിയൊരു പ്രശസ്തി ആയിട്ടില്ല. ഏതായാലും ഇതിപ്പോൾ ഫോറസ്റ്റിനാണോ ഇതൊക്കെ? ഇത് ഫോറസ്റ്റിൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. നോർത്ത് ഡിവിഷൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. ഇത് ഒരു ടൈഗർ റിസർവ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം അങ്ങനത്തെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സംരക്ഷണം ഉണ്ടാവും. താഴേക്ക് ഇറങ്ങാറുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഇത് വെച്ചിട്ട് കറണ്ട് വെച്ചിട്ട് വേലി കെട്ടിയിട്ടുണ്ട് മൊത്തം. നമ്മളിപ്പോൾ മൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ചില സമയത്ത് ഇറങ്ങാറുണ്ട്. കാറ്റ് ഭയങ്കര കാറ്റാണ്. അതാണ് സംസാരിക്കുമ്പോൾ നമ്മൾ ഇടുക്കിയിലൊരു പാട്ടില്ലേ, ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അതുപോലത്തെ ഒരു കാറ്റാണ് ഇവിടെ. ഫുൾ ടൈം കാറ്റുണ്ടാവും.
ഇന്ന് രാവിലെ ഒരു 10 മണി ശരിക്കും പറഞ്ഞാൽ എക്സാക്ട്ലി സൂര്യൻ വരുമ്പോൾ തന്നെ രാവിലെ ഒക്കെ എഴുന്നേറ്റ് വെക്കുമ്പോൾ ഫുള്ള് കോടയും മഞ്ഞാണ്. ഒരു ഗുഹ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ താഴെ ഒരു ഗുഹയുണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും ആരും എത്തിപ്പെടാറില്ല. ഒന്നാമത് ഇറങ്ങാനുള്ളൊരു മടി തന്നെയാണ്. നമ്മളൊക്കെ ചെക്കന്മാരൊക്കെ ആയിട്ട് വല്ലപ്പോഴൊക്കെ വന്നാൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഗുഹയെ പോയി ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു കാര്യം വരുമ്പോൾ മാത്രമേ താഴേക്ക് ഇറങ്ങാറുള്ളൂ. അല്ലാണ്ട് പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുമ്പോൾ പിന്നെ അത്രയും നിർബന്ധമാണ്, ഗുഹ കാണണം അത്രയും നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ കൊണ്ടുപോകുന്നല്ലാതെ ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. കാരണം പുല്ലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചവിട്ടി പോയാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പരിചയമില്ലാത്തവരാകുമ്പോൾ ഇതിലിങ്ങനെ ഇതിലപ്പുറത്ത് കൂടി താഴെ കൂടി ഇറങ്ങിയിട്ട് അങ്ങനെ പോകണം. ഇങ്ങനെ ഒരു ചരം പോലെ ഇങ്ങനെ ഇറങ്ങി കയറി പോകണം. വരുമ്പോൾ നന്നായിട്ട് വീഴാൻ പോകുന്നുണ്ട്. ഇവിടെ ചരൽക്കല്ലായതുകൊണ്ട് നമുക്ക് പിടിച്ചാൽ കിട്ടൂല. പിന്നെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഡ്രോണൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇവിടെ ഫുള്ള് പേരക്കുള്ള 2 പറന്നാണ് ഈ സ്ഥലത്തിന് പറയും താഴെ. അപ്പോൾ നമ്മൾ പേരക്ക പറിക്കാനൊക്കെ പോകും, ചാക്കൊക്കെ എടുത്തിട്ട് പേരൊക്കെ അല്ലെങ്കിൽ സഞ്ചി എടുത്തിട്ട് പേര പറിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് അങ്ങനെ അപ്പോൾ ഇപ്പോഴും അവരൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ പണ്ട് പണിയെടുക്കാൻ പോയതൊക്കെ പറയാറുണ്ട് ഇവിടെ. പിന്നെ ഇതിങ്ങനെ കാട് കയറി വന്നാണ്, നോട്ടം കുറവായതുകൊണ്ട്. ഇപ്പം തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് ആന ഇറങ്ങാറുണ്ട്. അങ്ങോട്ടൊക്കെ അവിടെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വാഴയൊക്കെ മൊത്തത്തിൽ ആന വന്നിട്ട് എടുത്തുകൊണ്ട് വന്നൊരവസ്ഥയുണ്ട്. പിന്നെ പന്നി വന്നു കഴിഞ്ഞാൽ വേലി കെട്ടി കഴിഞ്ഞാലും നല്ല തേറ്റം കൊണ്ടും എല്ലാം ഒന്ന് പൊക്കിയിട്ടൊക്കെ കയറുന്ന ഒരവസ്ഥയുണ്ട്. എന്നാലും പരമാവധി പന്നീനെ തടയിടാൻ കഴിയുന്നുണ്ട്. പിന്നെ തീരെ സഹിക്കാൻ പറ്റാത്തൊരു സാധനമാണ് കുരങ്ങ് വന്നിപ്പോൾ ഫുള്ള് പരിപാടി കാപ്പി മൊത്തം പറിച്ചു കൊണ്ടാണ്. കുരങ്ങ് വൻ പ്രശ്നമാണ്. കാരണം രാത്രിയും ഒക്കെ ശല്യമാണ്. രാത്രിയൊക്കെ ശല്യമാണ്. രാത്രി നമ്മളറിയില്ല, പകല് തന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ചുറ്റും മരങ്ങളുള്ളതുകൊണ്ട് നമ്മൾ എറിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അത് പോവില്ല. പിന്നെ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ആണുങ്ങൾ പോയി വെച്ചിട്ടാൽ ചിലപ്പം പോയാലും തിരിച്ചു വരും. നമ്മളെ പറമ്പിൽ തന്നെ ഇഷ്ടംപോലെ കാപ്പി കുറേ ഏകദേശം പകുതിയോളം കുരങ്ങ് വന്നു. കാപ്പി ഇപ്പോൾ പഴുത്തുകൊണ്ടിരിക്കുന്ന സീസണാണ്, ഫുള്ള് പഴുത്തിട്ടുണ്ടാവില്ല. എന്നിട്ട് നമ്മൾ പച്ചയും പഴുത്തയും കൂടി മൊത്തത്തിൽ പറിച്ചിട്ട് ഇപ്പോൾ ഉണക്കാനിട്ടിട്ടുള്ളത്. ഏകദേശം ഒരു റൗണ്ട് മൊത്തം പറിച്ചു കഴിഞ്ഞു. നല്ല പച്ച മാത്രമേ ഇപ്പം ബാക്കി വെച്ചിട്ടുള്ളൂ. ഇതെങ്ങനെ കാപ്പി നിങ്ങൾ പൊടിക്കോ? ഇല്ല, കാപ്പി നമ്മൾ പറിച്ചിട്ട് ഉണക്കിയിട്ട് കൊണ്ടുപോയിട്ട് വെക്കും, മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വെക്കും. നല്ലൊരു സഞ്ചാരിയാണ്. അത്യാവശ്യം ഞാൻ തന്നെ തള്ളുന്നുണ്ട് ഇങ്ങോട്ട്. സൈക്കിളിനെ കൂടെ പോയെന്ന് സൈക്കിളിനെ വെച്ചാൽ ട്രിച്ചിയിൽ പഠിക്കുന്ന ടൈമിൽ എന്തെങ്കിലും കോഴ്സിനായിട്ട് വരുമ്പോൾ സൈക്കിൾ വാടകയൊക്കെ എടുത്ത് കറക്കം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു വിനോദം. നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങൾ പരമാവധി നമ്മളുടെ മുദ്രകൾ പതിപ്പിക്കുക. ചിലപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമായിരിക്കും അവിടെ പോകുന്നുണ്ടാവും. അപ്പോൾ പരമാവധി കറങ്ങാൻ കഴിയുന്ന സ്ഥലങ്ങൾ കണ്ടുപോരുക. ഏകദേശം എല്ലാ PSC എക്സാമിന് പോകുന്ന ആൾക്കാരുടെ ഒരു മോട്ടോ പോലെ തന്നെയാണ്. ഏതെങ്കിലും കുന്നിലും മാളിയിലായിരിക്കും എക്സാമിന് സെൻറ്റർ കിട്ടുക. അപ്പോൾ നേരത്തെ പോവുക, എക്സാം എഴുതിയിട്ട് പിന്നെ വണ്ടിയൊക്കെ എടുത്ത് കറങ്ങുക. നമ്മളങ്ങനെ ഈ ഒരു മലയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു അമ്പലം ആ ഒരു മലയുടെ മുകളിൽ അവിടെ കാണുന്ന ടെൻറ്റുകളൊക്കെ കണ്ടു. അതിന് മുകളിലാണ് ആ ഒരു അമ്പലം. ഇവിടെയൊക്കെ ഫുള്ളും ചരലാണ്. ഇവിടെ ബൈക്ക് റിസ്ക് ആണല്ലോ ഇറക്കാൻ, കയറ്റാൻ പിന്നെ പ്രശ്നമില്ല. പക്ഷേ കാറാണെങ്കിൽ ഓക്കെ, ബൈക്ക് ഇറക്കാൻ കുറച്ച്. അതെ, ഇനി കുഴപ്പമില്ല. നമ്മളപ്പോ ആ കുന്നിൽ നിന്നൊക്കെ ഇറങ്ങി ഇക്കാടെ ഫ്രണ്ടിന്റെ വീടാണിത്. അപ്പോൾ ഈ ഒരു ഭാഗവും അത്യാവശ്യം അടിപൊളിയാണ്. ഇനി ഈ ഒരു സൈഡിൽ ഫുള്ള് തേയിലത്തോട്ടങ്ങളും അങ്ങനെയൊക്കെ കാണാൻ നല്ല രസമുള്ളൊരു പോർഷനാണ്. ഈ ഒരു വീഡിയോ എന്താണ് ഇവിടുത്തെ ഈ ഒരു കുന്നിൽ പോയ കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് ശരിക്കും. അതിനപ്പുറം തന്നെ ഇക്കാട് ഈ ഫ്രണ്ടിൻ്റെ ഉനൈസ്കാടെ വീടും പരിസരമൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നടക്കണതും അവരുടെ വീടിൻ്റെ മുറ്റത്തുള്ള തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഫുള്ള് വ്യൂ അടിപൊളിയാണ്. അവരിപ്പോൾ ഫ്രണ്ടിൽ നടന്നിങ്ങനെ പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇത് മറ്റേ മരം തന്നെയല്ലേ? ഇന്ന് വൈകുന്നേരത്തേക്ക് തിന്നാൻ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ചാമ്പക്ക തിന്നോളാൻ പറഞ്ഞിട്ട് വിനേഷ്ക്ക് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് മോളിൽ നിന്ന്. ചാമ്പക്ക കണ്ടു, ചാമ്പക്ക പൊളി.
തണവില്ല ഇതുമ്മ ഫ്രിഡ്ജാ തണുപ്പ്. തണുപ്പ് സോറി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇനിയിപ്പോൾ രാത്രികാലത്തെ ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും